സമാധാനം നിങ്ങളോടുകൂടെ. തിരുവചനങ്ങളിലുള്ള വായന നമുക്ക് ശ്രമിക്കാം. ഒന്നാമത് വായിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തില് 30-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ ആദ്യമായിട്ട് വായിക്കുകയാണ്. നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത്. ഹൃദയാനന്ദം ഒരുവന്റെ ജീവനും സന്തോഷം അവന്റെ ആയുസ്സും ആണ്. ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. അത് നിഷ്പ്രയോജനമാണ്. അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു. ഉത്കണ്ഠ അകാല വാർദ്ധക്യം വരുത്തുന്നു. സന്തോഷവും നന്മയും നിറഞ്ഞവൻ ഭക്ഷണം ആസ്വദിക്കുന്നു. അടുത്ത വചനം നമ്മൾ വായിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നാണ്. പ്രഭാഷകന്റെ പുസ്തകം അധ്യായം 1 11 മുതലുള്ള തിരുവചനങ്ങള്. മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിന്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി. അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവന്റെ അവസാനം ശുഭമായിരിക്കും. മരണ ദിവസം അവൻ അനുഗ്രഹീതനാകും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു. മനുഷ്യന്റെ ഇടയിൽ അവൾ നിത്യവാസം ഉറപ്പിച്ചു. അവളുടെ സന്തതികളോട് അവൾ വിശ്വസ്തത പുലർത്തും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ പൂർണ്ണതയാണ്. അവൾ തൻ്റെ സത്ഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. അടുത്ത വായന നമ്മൾ സങ്കീർത്തനത്തിൽ നിന്നാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സങ്കീർത്തനം 1-ാമത്തെ സങ്കീർത്തനം. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠത്തിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ്
അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ദുഷ്ടൻ അങ്ങനെയല്ല, കാറ്റ് പറക്കുന്ന പതിര് പോലെയാണവൻ. ദുഷ്ടന്മാർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല. പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കുവാനും കഴിയുകയില്ല. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു, ദുഷ്ടന്റെ മാർഗം നാശത്തിൽ അവസാനിക്കും. നമ്മുടെ വിശുദ്ധായി ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ വർഷത്തിൻ്റെ അവസാനത്തിൽ എത്തിയിരിക്കുമ്പോൾ കർത്താവ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ദൈവജനത്തോട് എന്ത് പറയണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ 3 പ്രാവശ്യം ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയ 3 സന്ദേശങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അച്ഛൻ അവതരിപ്പിച്ചത്. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഒരുപാട് ദുഃഖിക്കുന്നവരാണ്. ദുഃഖത്തിൻ്റെ കാരണം ഓരോരുത്തർക്കുണ്ട്. ചിലർക്ക് മക്കളില്ലാഞ്ഞിട്ട് ദുഃഖം, ചിലർക്ക് മക്കളുണ്ടായതിനുള്ള ദുഃഖം, ചിലർക്ക് കടം കയറിയതിനുള്ള ദുഃഖം, ചിലർക്ക് വീട് പണിയാൻ സാധിക്കാത്തതിനുള്ള ദുഃഖം, ചിലർക്ക് മക്കളെ കെട്ടിച്ചുവിടാൻ സാധിക്കാത്തതിനുള്ള ദുഃഖം, മക്കളുടെ ആഗ്രഹമനുസരിച്ച് വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കാത്തതിനുള്ള ദുഃഖം, ചിലർക്ക് രോഗങ്ങളെ കുറിച്ചുള്ള ആകുല കൊണ്ടുള്ള ദുഃഖം, രോഗങ്ങൾ മാറുമോ എന്നുള്ള ഓർത്തുള്ള ദുഃഖം. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ദുഃഖത്തിൻ്റെ പട്ടിക നീണ്ട് നമ്മുടെ കൊന്തയുടെ ലുത്തിനിയായേക്കാളും ചിലപ്പോൾ 53 മണി ജപം അല്ല 153 മണി ജപം ചൊല്ലിയാലും തീരാത്തത്ര വേണമെങ്കിൽ എണ്ണി പറയാൻ വേണ്ടിയുള്ള ദുഃഖത്തിൻ്റെ ഒരുപാട് പട്ടിക നമുക്ക് നിരത്താൻ പറ്റും. ഇരുന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ പലരും കൊന്ത ചെല്ലുമ്പോൾ ഉറങ്ങുന്നത് കൊണ്ട് ദുഃഖങ്ങൾ ആ സമയത്തെങ്കിലും ഇല്ലാതിരിക്കും. ചിലർ പറയും എനിക്ക് ഒട്ടും ഉറക്കമില്ല, പക്ഷെ ഒരു ഗുണമുണ്ട്, കൊന്ത ഞാൻ കയ്യിലെടുത്താൽ അപ്പം ഇരുന്ന് ഉറങ്ങാൻ തുടങ്ങും. ക്രൈസ്തലോ ഇങ്ങനെയുണ്ട് ധാരാളം ആളുകൾ. കൊന്ത കയ്യിലെടുത്താൽ അന്നേരം ഉറങ്ങും. അതെന്താണെന്ന് എന്നോട് ചിലർ ചോദിച്ചു. അപ്പോൾ ഏറ്റവും ശാന്തമായിരിക്കുന്ന സമയം, ഏക സമയം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അമ്മയോട് കൂടി ഇരിക്കുന്ന അവസരത്തിൽ, അപ്പോൾ അമ്മയുടെ മടിയിൽ കിടക്കുന്ന പോലെയുള്ള സ്വസ്ഥതയെ അനുഭവിക്കുന്ന സമയം ആ കൊന്ത കയ്യിലെടുക്കുമ്പോൾ, അപ്പോഴാണ് അവർ ഉറങ്ങുന്നത്. അപ്പോൾ അവർക്ക് സമാധാനം ഉണ്ടാകുന്ന ഏക നിമിഷം പ്രാർത്ഥിക്കുക. അപ്പോൾ എപ്പോഴും പ്രാർത്ഥിച്ചാൽ ഉറക്കമില്ലാത്തവർ പിന്നെ ഗുളിക കഴിക്കേണ്ടി വരികയാണെന്ന് ഞാൻ തമാശയായിട്ട് പറയാറുണ്ട്. അവർക്ക് ഗുളിക മേടിക്കുന്നതിന് പകരം 10 കൊന്ത ചെല്ലിയാൽ അവർക്ക് പിന്നെ പൈസ ഒത്തിരി ലാഭമാണ്. പ്രിയപ്പെട്ടവർ, ഈ വിധത്തിൽ ദുഃഖങ്ങൾ പെരുകുന്ന ഒരു കാലഘട്ടത്തിൽ ദുഃഖം മാറ്റാനായിട്ടുള്ള വഴികൾ പലതും പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾ ദുഃഖം മാറ്റാൻ വേണ്ടി ഈ ലോകം പലതരത്തിലുള്ള മാർഗങ്ങൾ മനുഷ്യൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ മനുഷ്യൻ അതിൻ്റെ പിറകെ പോയി തകർന്നു പോകുന്ന അവസ്ഥകൾ നാളെയൊക്കെ നമുക്കറിയാം. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കണം. നിങ്ങൾ വലിയ ഭാഗ്യം ചെയ്തവരാണ് നമ്മളൊക്കെ. എന്തെന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ വർഷത്തിൻ്റെ അവസാനമായിരിക്കാനും പുതിയ മത്സരം ദൈവസന്നിധിയിൽ നിന്ന് ആരംഭിക്കാനും സാധിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. നന്നായിട്ട് ആരംഭിച്ചാൽ പകുതി ചെയ്തു എന്നാണ് പഴമൊഴിയൊക്കെ. അപ്പോൾ നമുക്കിപ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതം ആരംഭിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു കൃപ തന്നെയാണ്. ആരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് ഈ ഭവനത്തിൽ വരാൻ നമുക്ക് സാധിച്ചത്. മരഞ്ചാട്ടി ഇടവയിൽ നിന്ന് വന്നവർ ചിലപ്പം വികാരിച്ചം പറഞ്ഞിട്ട് വന്നവർ കാണും.
മറ്റുള്ള സ്ഥലത്തുനിന്ന് വന്നവർ തീർച്ചയായിട്ടും പ്രാർത്ഥനയിലുള്ള അനുഭവമൊക്കെ കിട്ടാൻ ആഗ്രഹിച്ചു വന്നവർ കാണും. ഏത് തരത്തിലാണെങ്കിലും വേണ്ടില്ല, നമ്മുടെ ഉള്ളിൽ ദൈവം തമ്പുരാൻ ഇന്ന് വലിയ ഒരു സമാധാനവും ശാന്തിയും തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഈ ദേവാലയത്തിൽ നിന്ന് വെറും കൈയോടെ ആരും തിരിച്ചു പോവുകയില്ല. നിങ്ങളുടെ ദുഃഖങ്ങൾ കർത്താവിനെ ഏൽപ്പിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവിടുന്ന് നമ്മളെ ഇന്ന് വലിയ ശക്തി കൊണ്ട് അഭിഷേകം ചെയ്യും. ചിലപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലരെ പണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പള്ളിയിൽ പോയിരുന്നപ്പം ഒരു ദർശനം കണ്ടു. ദർശനം ഇങ്ങനെ, എല്ലാവരുടെയും പുറകിൽ ഒരു വലിയ ചാക്ക് കെട്ടുണ്ട്. ഇവിടെ പള്ളിയിലിരിക്കുന്ന സർവ്വ ആളും പുറത്ത് കുറേ ചാക്ക് കെട്ട് നോക്കിയിട്ടാണ് പള്ളി വന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ പറയും, അച്ഛനെന്നാ ഈ മലയിൽ പോയി വന്നിട്ട് വല്ലതും വട്ടുപിടിച്ചൊന്നുമില്ല, ഇതൊരു ദർശനമാണെന്ന് പറഞ്ഞ പോലെ നിങ്ങളെ കണ്ടപ്പം ഈ വിധത്തിൽ എല്ലാവരുടെയും പുറത്തൊരു ചാക്ക് കെട്ട്. ആ ചാക്ക് കെട്ടിൻ്റെ അകത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ദുഃഖങ്ങള്, വേദനകള് എല്ലാം നിറച്ചു വെച്ചിട്ടാണ് വരിക. ഒരാൾ ഇന്നലെ എന്നെ നോക്കിയപ്പോൾ ചിരിച്ചില്ല, ഒരു വിഷമം, കിടക്കുന്ന ഒരു കല്ലായിട്ട് ഈ ചാക്ക് കെട്ടിൻ്റെ അകത്തോട്ട് എടുത്തിട്ടു. അപ്പുറത്ത് ഇന്നലെ അമ്മായിയമ്മ എന്നോട് കറി വെച്ചപ്പോൾ ഉപ്പ് കൂടിപ്പോയതിന് ചീത്ത പറഞ്ഞതിൻ്റെ വേദന, ഭർത്താവ് ഇന്നലെ വേദനയാണെന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ നിനക്ക് ഒരല്പം ആശ്വാസം കിട്ടുമെന്ന് ഓർത്ത് എൻ്റെ നടുവിന് വേദനയാണ്, ധരിച്ചത് നീ കുഴമ്പ് തേക്കും എന്ന് പറഞ്ഞ് കുഴപ്പം മേടിച്ചുകൊണ്ട് വരുമെന്ന് വിചാരിച്ച് പറഞ്ഞപ്പം അല്ലെങ്കിൽ നിനക്ക് എപ്പോഴും വേദനയേ ഉള്ളൂ എന്ന് പറഞ്ഞൊരു കുറ്റപ്പെടുത്തലോട് കേട്ടപ്പോൾ ഉണ്ടായ വേദന. ഇങ്ങനെ ഓരോരുത്തരും നിരന്തരം വേദനകളുടെ ഭാണ്ഡം ചുമന്നുകൊണ്ടാണ് ഈ ദേവാലയത്തിലേക്ക് വരുന്നത്. നിങ്ങൾ അറിയുന്നില്ലേ പോലും ഈ ചാക്ക് കെട്ടിൻ്റെ ഒരുപാട് ചുമന്നുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിന്ന് ഈ ചാക്ക് കെട്ടിൻ്റെ അകത്തുള്ള ഈ കൽക്കഷണങ്ങൾ, നിങ്ങളുടെ വേദനകൾ വേണമെങ്കിൽ ഇന്ന് നമ്മൾ ആരാധനയുടെ സമയത്ത് മുഴുവനും കർത്താവിന് സമർപ്പിക്കാം. ചിലർക്കൊരു കുഴപ്പമുണ്ട്, ഇവിടെ വരുമ്പം ഈ ചാക്ക് കെട്ട് പയ്യെ കുറച്ച് നേരത്തെ നിന്ന് അഴിച്ചുകൊണ്ട് നിൽക്കും. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരമ്മാമ വണ്ടിയിൽ കയറിയ കഥ എല്ലാവർക്കും അറിയാം. ഒരാൾ നല്ല ഈ പേരമ്മ ഇങ്ങനെ വിറക് കെട്ട് ചുമന്നുകൊണ്ട് പോകുന്ന കണ്ടപ്പോൾ ഒരാൾക്ക് ഔദാര്യം തോന്നി. അദ്ദേഹം പറഞ്ഞു, പേരമ്മേ ഇത്രയും വിഷമിച്ച് നടന്ന് പോകണ്ടേ, ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്, വേണമെങ്കിൽ ഈ ലോറിയിൽ കയറിക്കോളാൻ പറഞ്ഞു. സന്തോഷമായി. പേരമ്മ വലിഞ്ഞ് കയറി ലോറിയുടെ മുകളിൽ കയറിയിരുന്നു. കയറി കഴിഞ്ഞപ്പോഴും പേരമ്മ തലയിൽ ഈ വിറകിട്ട് പിടിച്ച് വിൽക്കുകയാണ്. അപ്പം ഇത് കണ്ടപ്പോൾ ചിലർക്ക് അത്ഭുതം തോന്നി, എന്തിനായി പേരമ്മ ഈ വിറകിട്ട് ഇപ്പോഴും തലയിൽ വെച്ചിരിക്കുന്നത്, നിങ്ങൾ എന്നോടല്ലേ കയറാൻ പറഞ്ഞുള്ളൂ, അതുകൊണ്ട് ഞാൻ ഏതായാലും കയറി വിറകിട്ട് ഇവിടെ വെക്കണമെന്നും പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ച് ഇതും ചോദിച്ചു നടക്കുക. നമ്മളൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഇത് തമാശ കഥയാണെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഭാരങ്ങൾ ആവശ്യമില്ലാതെ ചുമക്കുന്ന ഒത്തിരി സന്ദർഭങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ദുഃഖങ്ങള് നമുക്ക് ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കാൻ സാധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ചാക്കുകെട്ടുമായിട്ട് ഇവിടെ വന്നവര് ഇന്ന് ആരാധനയിൽ അത് പൂർണ്ണമായിട്ടും സമർപ്പിച്ച് സ്വതന്ത്രരായി ആ ചാക്കെട്ട് മുഴുവൻ ഇവിടെ തന്നെ സമർപ്പിച്ചിട്ട് പോയാൽ ഇന്ന് തന്നെ പലരുടെ ആസ്മാവും ക്രൈസ്തവോ. ഇന്ന് ഇത് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ രോഗങ്ങൾ മാറുന്ന അനുഭവം ഉണ്ടാവും. പുതുവത്സരത്തിൽ വലിക്കാതെ ഗുളിക കഴിക്കാതെ നിങ്ങൾക്ക് പുതിയ ജീവിതം ആരംഭിക്കാനായിട്ട് ദൈവശക്തി തരും. മാറാത്ത തലവേദന എത്ര വലിയ ഗുളിക കഴിച്ചിട്ടും ഒരാഴ്ച മാറി നിന്നാൽ പിറ്റേ ആഴ്ച വീണ്ടും അവരും ഈ ചാക്ക് കെട്ട് ഞായറാഴ്ചകളിൽ വരുമ്പോൾ പള്ളിയിൽ കുറച്ച് സമയം ഇറക്കി വെച്ചിട്ട്
പോകാൻ നേരത്തെ ഈ കല്ലടക്കം വാരിക്കെട്ടി ആ ചാക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകും. അടുത്ത ഞായറാഴ്ച വരുമ്പോൾ വീണ്ടും ഇതിന് തോന്നുന്നുണ്ട് പള്ളിയിൽ. ഇങ്ങനെ ജീവിതത്തിൽ എന്നും ഭാരക്കെട്ടുമായിട്ട് നടന്നു പോകുന്ന അനേകം മക്കള് നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മൾ അറിയുന്നില്ലെങ്കിലും ഇങ്ങനെ ഭാരം വഹിക്കുന്ന ചാക്കുകെട്ടിൻ്റെ അകത്ത് കൽക്കഷ്ണമിട്ട് ഓരോ ദിവസവും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അനുഭവിക്കുന്ന ദുരന്തങ്ങളും വേദനകളും ഒക്കെ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ജീവിത സഞ്ചിയിൽ ഇട്ടുവെച്ചിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വരികയും തിരിച്ചു പോകുമ്പോൾ അത് അതേ പിടിച്ച് ഒന്നുകൊണ്ട് പോവുകയും ചെയ്യുന്ന വ്യക്തികൾ ഇന്ന് ലോകത്തിൽ ധാരാളമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവയെല്ലാം ദൈവത്തിന് അർപ്പിക്കാൻ പഠിക്കണം. നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത് എന്നാണ് കർത്താവ് പറയുന്നത്. നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത്. ഹൃദയാനന്ദം ഒരുവന്റെ ജീവനും സന്തോഷം അവന്റെ ആയുസ്സുമാണ്. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കണം. നമ്മൾ എപ്പോഴും സന്തോഷത്തിലായിരിക്കും. പൗലോസ് പറയുന്നുണ്ട്, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് ആൻഡ് അഗൈൻ ഐ സേ റിജോയ്സ്. ഞാൻ പറയുന്നു സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു സന്തോഷിക്കുവിൻ. അങ്ങനെ എപ്പോഴും സന്തോഷിക്കുന്ന ജീവിതമാണ് ക്രൈസ്തവന്റെ ജീവിതം. ജീവിതത്തില് ഏതെങ്കിലും സങ്കടങ്ങൾ ഉണ്ടായാൽ അവയും നമുക്ക് സന്തോഷമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, വേദനകൾ ജീവിതത്തിലുണ്ടാകും. ഇന്ന് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ലോകത്ത് ജീവിക്കുന്ന നമുക്കെല്ലാം കഷ്ടതകളുണ്ടായി യോഹന്നാന്റെ സുവിശേഷത്തിലും വായിക്കുന്നത്. എന്നാൽ ഈ കഷ്ടതകളും എനിക്ക് വലിയ പ്രാർത്ഥനയാക്കി മാറ്റാൻ സാധിക്കും. ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെടുന്ന ഓരോ കഷ്ടതയും വിശുദ്ധ അൽഫോൻസാമയെ പോലെയൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ മദ്യപാനിയായ ഭർത്താവിന് വേണ്ടി ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ തലവേദന ഈശോയെ നിന്റെ കരങ്ങളിലേക്ക് ഇതാ വെച്ചു തരുന്നു എന്ന് പറഞ്ഞ് കാഴ്ചവെച്ചാല് നിങ്ങൾ ഇന്നെടുക്കുന്ന തലവേദന അപ്പുറത്ത് മദ്യപാനിയായ സഹോദരന്റെ ജീവിതത്തിലെ ശക്തിയാക്കി നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമുക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കും. അപ്പോൾ എന്റെ സഹനവും എന്റെ വേദനയും ഒക്കെ വെറുതെ ശൂന്യമായി പോകുന്ന ഒന്നുമല്ല. എനിക്ക് സഹിക്കാനായിട്ട് എന്തെങ്കിലും തരണമേ എന്ന് വിശുദ്ധർ പ്രാർത്ഥിച്ചതുപോലെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങള് വലിയ അനുഗ്രഹമാക്കി മാറ്റാൻ ദൈവം തമ്പുരാന് സാധിക്കും. നമുക്ക് എന്തു വന്നാലും ഇന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ അവർ ഏത് തരത്തിലായിരിക്കും, തീരത്തെ വൃക്ഷത്തോട് സമാനരാണ് അവരെന്ത് വേനൽക്കാലം വന്നോട്ടെ, അതിവൃഷ്ടി വന്നോട്ടെ, അവരുടെ ഇല ഒഴിക്കലും പൊഴിഞ്ഞു പോവുകയില്ല. അവര് പച്ച പിടിച്ചെപ്പോഴും നിൽക്കും. വേനൽക്കാലത്ത് നമുക്കറിയാം മലയിൽ നിൽക്കുന്നതിൻ്റെയൊക്കെ ഇല പൊഴിച്ച് കഴിയുമെങ്കിലും ആറ്റുതീരത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ എപ്പോഴും ഇല പൊഴിക്കാതെ നിൽക്കും. ഉണ്ടോ? ആ സങ്കീർത്തകൻ അതൊക്കെ പോയി ശരിക്ക് നോക്കി കണ്ടുപിടിച്ചു. ആറ്റുതീരത്ത് നിൽക്കുന്ന വൃക്ഷം ഇല പൊഴിക്കാതെ എപ്പോഴും മനോഹരമായ പച്ചിലകളും വിരിച്ചു നിർത്തി സന്തോഷചിത്തരായി ആറ്റുതീരത്ത് നിരന്തരം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്ന വൃക്ഷത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കരളിലൊരു പിടപടപ്പ്. എന്തൊരു മനോഹാരിതയായ പച്ചപ്പ്! പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുമ്മാ മരമൊന്നും മുറിച്ചു കളയരുത്. ഇപ്പൊ കസ്തൂരി രംഗന്റെ ഒക്കെ നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചു, നല്ല കാര്യമാണ്. പക്ഷെ വെറുതെ ഒരു കൊച്ചു മരം പോലും മുറിച്ചു കളയരുത്. പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും, കുഞ്ഞുനാളില് പഠിച്ച ഒരു കവിത. ഇടയ്ക്ക് 5ാം ക്ലാസ്സിലാണ് പഠിച്ചതാ. എന്നെ അന്ന് സ്പർശിച്ചതാ.
ഈ വെയിലത്ത് നടന്നു പോകുമ്പോൾ കൊച്ചു മരത്തിന് ചോട്ടി കുത്തിയിരിക്കുന്നത്, തണൽ കൊള്ളുന്നത് ഒത്തിരി ഇഷ്ടമാണ്. പണ്ടന്നേരം ഒരു കൊച്ചു കവിത ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പം കവി പാടിയത് ഞാൻ ഇപ്പോഴും ഓർക്കുക. താൻ കൊടും വെയിൽ കൊണ്ടിട്ടു തണലേകുന്നു തൈമരം, തനിക്കു ദുഃഖം വന്നാലും നീ അന്യന്നു തുണയ്ക്കണം. താൻ കൊടും വെയിൽ കൊണ്ടിട്ടു തണലേകുന്നു തൈമരം, തനിക്കു ദുഃഖം വന്നാലും നീ അന്യന്നു തുണയ്ക്കണം. നമുക്ക് ഇച്ചിരി വേദനയും ദുഃഖമൊക്കെ ഉണ്ടായാലും കവി അങ്ങനെ പറയുമ്പോൾ ലോകത്തിലും വേദനകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായാലും മറ്റുള്ളവരുടെ ജീവിതം സന്തോഷപ്രദമാക്കാൻ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ ഓരോരുത്തരും നോക്കേണ്ടത്. അതിന് കവി പറഞ്ഞു, പ്രകൃതിയിലേക്ക് നോക്കി നമ്മൾ പഠിക്കണം പ്രിയപ്പെട്ടവരെ. അദ്ദേഹം കവി അത് നോക്കി. വീട്ടിൽ കിടക്കുന്ന പശുവിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇറച്ചി വെട്ടുകാരൻ്റെ വീട്ടിലൊരു പശു നിൽപ്പുണ്ട്. ആ പശു ഇറച്ചി വെട്ടുകാരൻ രാവിലെ ചെന്ന് പാത്രമായിട്ട് ചെന്നപ്പോൾ അതിനും ആ പാല് ചുരത്തി കൊടുക്കുന്ന പശുവിനെ കണ്ടപ്പോൾ കവി പാടി. എന്നാ പാടിയത്? മാംസത്തിനായിട്ട് കഴുത്തറക്കും പാപിക്ക് പോലും കറയോർത്തിടാതെ നിഷ്കാമമാം പാവനമാം പയസ്സാൽ പശുക്ക സന്ദർപ്പണമാചരിപ്പൂ എന്ന് അങ്ങനെ പാടിയപ്പോഴേ കവി മനസ്സിലാക്കി എന്താ, ഈ ഇറച്ചി വെട്ടുകാരുടെ വീട്ടിലെ പശു പോലും ഇവൻ നാളെ എന്നെ കശാപ്പ് ചെയ്ത് എൻ്റെ ഓരോ രക്തത്തുള്ളിയും വെട്ടി വിറ്റ് കാശാക്കുമെന്നറിയാമെങ്കിൽ പോലും ആ പശു തൻ്റെ അടുക്ക വരുന്ന മനുഷ്യന് പാലൂറ്റി കൊടുക്കുന്ന മനസ്സ് അദ്ദേഹത്തെ, ആ കവിയുടെ മനസ്സിൽ വികാരങ്ങൾ ഉണ്ടാക്കി. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നമ്മളിങ്ങനെയാ, ഞാൻ എന്തിനായി കഷ്ടപ്പാടൊക്കെ സഹിക്കുന്നത്? എനിക്ക് നിന്നെ വല്ല ആവശ്യമുണ്ടോ? ദൈവത്തിനെ അറിയത്തുള്ളൂ പ്രിയപ്പെട്ടവരെ, ദൈവത്തിനെ അറിയത്തുള്ളൂ. ഇത് ദൈവം അറിയുന്നു. എന്തിനാ? ഈ സഹനത്തിലൂടെ നീ അനേകരെ രക്ഷിക്കാൻ കഴിവുള്ളവളായിട്ട് മാറണം, അനേകരെ രക്ഷിക്കാൻ കഴിവുള്ളവനായിട്ട് മാറണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ തരുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതൊക്കെ പഴയ കാലത്ത് നമ്മുടെ കത്തോലിക്കരല്ലെങ്കിൽ പോലും ദൈവത്തെ അനുഭവിച്ച വ്യക്തികൾ പാടിയിട്ടുണ്ട്. നമുക്കറിയാം, കൊച്ചു കുഞ്ഞു ഉപദേശി പാടിയത്, സ്വന്തം മകൻ മരിച്ചു കിടക്കുക, സുവിശേഷ പ്രഘോഷത്തിന് പോയപ്പോൾ മരിച്ചു കിടക്കുന്ന ആ മകന്റെ ആ ശരീരം എടുത്തുയർത്തി കൊടുത്തുകൊണ്ട്, എടുത്തു വെച്ചുകൊണ്ട് 2 വയസ്സായ കൊച്ചു മകനെ ആ കബറിടത്തിലേക്ക് എടുക്കേണ്ട സമയത്താണ് സുവിശേഷ പ്രഘോഷം കഴിഞ്ഞ കൊച്ചു കുഞ്ഞു ഉപദേശി വരിക. അദ്ദേഹം ആ ശവമഞ്ചത്തിൽ നിന്ന് തന്റെ ആ പ്രിയപ്പെട്ട കുഞ്ഞിനെ എടുത്തുയർത്തിക്കൊണ്ട് പാടുകയാണ്, ദുഃഖത്തിന്റെ പാദപാത്രം കർത്താവന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നുമിപ്പോൾ എൻ്റെ താതൻ ചെയ്യുകയില്ല, അവനെന്നെ അടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. പിന്നെ അദ്ദേഹം പറയാം, കഷ്ടനഷ്ടമേറിയിടുമ്പോൾ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടിയാളിയായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറിയിടുമ്പോൾ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിൻ്റെ അനുഭവം. നമുക്ക് ജീവിതത്തിൽ ചിലപ്പോൾ ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നിരാശപ്പെടരുത്. ദൈവത്തിന് എൻ്റെ ജീവിതത്തെക്കുറിച്ച് പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്.
എന്റെ മകനെ രക്ഷിക്കാൻ, ഭർത്താവിനെ രക്ഷിക്കാൻ, എന്റെ അയൽക്കാരെ രക്ഷിക്കാൻ. ചിലപ്പോൾ എന്റെ വീട്ടിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ദൈവം ചിലപ്പോൾ അയലോകത്ത് തൊട്ടടുത്ത് മകൻ കള്ളുകുടിയനായിട്ട് കിടപ്പുണ്ട്, അവന് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും ഈ വീട്ടിലെ അമ്മച്ചിക്ക് വിളി കിട്ടിയത്, സഹനം തരുന്നത്. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്കെന്തുകൊണ്ടാണ്? അയലോകത്തെ ആളും രക്ഷപ്പെടണം. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകരുത് എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ട് നമ്മൾ ഓർക്കണം, ഒരുവൻ പോലും നശിച്ചു പോകരുതെങ്കിൽ ഞാനും നിങ്ങളും നമ്മളും നിരന്തരം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പുതുവത്സരം നമ്മള് മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി ഫാദാ കൂട്ടായ്മയിലൂടെ ഈ വലിയൊരു ശുശ്രൂഷ ആരംഭിച്ചിരിക്കുക. നമ്മുടെ ബ്രദർ വിൽസനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ഒക്കെ ചേർന്നുകൊണ്ട് ലോകം മുഴുവനുള്ള ആളുകൾ രക്ഷപ്പെടണം, രക്ഷപ്പെടണം, രക്ഷപ്പെടണം. ആഗ്രഹമുള്ളവർക്ക് എന്ത് നഷ്ടം സഹിച്ചാലും എല്ലാവരും രക്ഷപ്പെടണം. ഈ ഉള്ളിലെ ആഗ്രഹമാണ് ഇങ്ങനെ ഈ കൊച്ചു ഗ്രാമമായ മരഞ്ചാട്ടി പോലും അവർക്ക് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാനായിട്ട് ശക്തി കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം അവരെ ശക്തിപ്പെടുത്താൻ. ഈ ശുശ്രൂഷ എല്ലാവരുടെയും ആകണം. യേശു വിശ്വസിക്കുന്ന സകലരും ഈ ശുശ്രൂഷ ഏറ്റെടുക്കണം. എല്ലാവരും രക്ഷിക്കപ്പെടണം. അതിന് നിങ്ങളെ പ്രാർത്ഥന വേണം. ചിലർക്ക് പ്രവർത്തിക്കാൻ കഴിവുണ്ടാകും പ്രാർത്ഥനയിലൂടെ, ചിലർ സഹന ശുശ്രൂഷയിലൂടെ. ഈ ശുശ്രൂഷയായിട്ട് സാമ്പത്തികമായിട്ട് സഹായിക്കാവുന്നവർ അങ്ങനെ ചെയ്യുക, സഹിച്ചുകൊണ്ട് സഹായിക്കുന്നവർ അങ്ങനെ ചെയ്യുക, കൊന്നയിരിക്കും സഹായിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് എല്ലാ ആളുകളും, ലോകം മുഴുവനിലും ആളുകൾ രക്ഷിക്കപ്പെടണമെന്ന ആഗ്രഹത്തോടുകൂടെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആറ്റുതീരുന്ന വൃക്ഷത്തിന്റെ ആ സങ്കീർത്തകൻ കണ്ടെത്ത ആ ഭാവന നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഇലപാടാതെ പോകണം. ഏത് പ്രതിസന്ധി വന്നാലും, കഷ്ടതയോ പട്ടിണിയോ ആപത്തോ നഗ്നതയോ വാളോ എന്ത് വന്നാലും എന്റെ കർത്താവായ യേശു ക്രിസ്തുവിൽ തന്നെ വേർതിരിക്കുവാനായിട്ട് ഒരു ശക്തിക്കും സാധിക്കുകയില്ല എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, പ്രിയപ്പെട്ടവരെ, എഫഥാ കൂട്ടായ്മയിലേക്ക് വരുന്ന ഓരോ വ്യക്തിയും ചിലപ്പോൾ അവർക്ക് വാക്ചാതുര്യമില്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് പോയി പറയാനായിട്ട് ചിലപ്പോൾ അടുത്തുനിന്ന് സംസാരിക്കാൻ അവർക്ക് സാധിക്കും. അങ്ങനെ പറയാം. അങ്ങനെ ഏത് വിധത്തിലാണ് പരിശുദ്ധാത്മാവ് നിങ്ങൾ ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിക്കുന്നതെന്ന് നമുക്കാർക്കും അറിയുകൂടാ. വിട്ടുകൊടുക്കാൻ നമുക്ക് അടുത്ത വർഷം അനുഗ്രഹത്തിന്റെ വർഷമായി തീരട്ടെ. നമുക്ക് കൂടുതൽ കൂടുതൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് നിറഞ്ഞ് അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് തിന്മയുടെ എല്ലാ ബന്ധനങ്ങളും നമ്മുടെ കുടുംബത്തിൽ നിന്നും നമുക്ക് പൂർണ്ണമായി മാറ്റിക്കളഞ്ഞുകൊണ്ട് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവത്തിന്റെ മക്കളായി ജീവിക്കുവാൻ, ദുഃഖഭാരം വെടിഞ്ഞ് എപ്പോഴും സന്തോഷിക്കുവാൻ. പണ്ട് സിനിമാ പാട്ടുണ്ട്, അതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ചിരിക്കാൻ ചിരിച്ചുകൊണ്ടിരിക്കാൻ, ചിരിയുടെ ആവത്തിന് തിരി കൊടുത്താൽ കരഞ്ഞാലും മരിക്കും, ചിരിച്ചാലും മരിക്കും, പിന്നെ ചിരിച്ചുകൊണ്ട് മരിച്ചുകൂടെ. നമുക്ക് ഇങ്ങനെ മരിക്കണം പ്രിയപ്പെട്ടു. ചുമ്മാ കിടന്നു കരഞ്ഞു മരിക്കുകയും. ഫ്രാൻസിസ് അസിയട്ടില്ലേ, ഓ പ്രിയപ്പെട്ട മരണമേ, ഞാനൊന്ന് നിന്നെ കെട്ടിപ്പിടിച്ചോട്ടെ. ഒരു പ്രേയസിയെ പ്രിയ കാമുകൻ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആള് കെട്ടിപ്പിടിക്കുന്ന പോലെ മരണത്തെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ, നിന്നെ ഞാനൊന്ന് ആലിംഗനം ചെയ്തോട്ടെ എന്നൊക്കെ പറയാനായിട്ട് ആ വിശുദ്ധന് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കും മരണത്തെ പേടിക്കാതെ, ഇന്നിപ്പോ നമുക്കറിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റൂടെ കിടക്കാൻ വേണ്ടി എന്നാ വെന്റിലേറ്ററോ മറ്റോ ഒക്കെ യേശുക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് എത്രയും വേഗം പോകാൻ സാധിക്കുകയാണെങ്കിൽ എനിക്ക് എത്രയും വേഗം യേശുവിന്റെ അടുക്കൽ എത്രയെന്ന് പോലീസിയാ പറഞ്ഞു. എന്നാല് ഞാനിവിടെ ജീവിക്കേണ്ടത് നിങ്ങളെ സംബന്ധിച്ച് ആവശ്യമാണെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്നിടത്തോളം കാലം ഞാനിവിടെ ജീവിക്കും. എനിക്ക് എപ്പോഴും അവനോട് ചേർന്നിരിക്കാൻ, എൻ്റെ പ്രിയനോട് ചേർന്നിരിക്കാൻ, ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള ഒരു സന്തോഷം നമുക്ക്
എൻ്റെ ഗേഹം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരെയാണ് ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. ഇത് നമ്മൾ എപ്പോഴും ചെല്ലണം. ഇവിടെയൊന്നും അല്ല, നമ്മൾ ഇവിടെ ഒരു വീട് കെട്ടി ഇപ്പൊ നമുക്ക് വലിയ വീടുണ്ടാക്കി ഇതിട്ടേച്ച് പോകാൻ പേടിയുള്ളൂ. അയ്യോ, 4 നില അല്ലെ 3 നില 2 നില കെട്ടിടമുണ്ടാക്കി കിടന്ന് കൊതി തീരുന്നപ്പോ വീടുണ്ടാക്കി. എന്റെ കെട്ടിയോടെ ഇത്രയും വീടുണ്ടാക്കിയിട്ട് പിറ്റേ ആഴ്ച വിളിച്ചല്ലോ. വിളിച്ചു, എൻ്റെ മോനെ നിന്റെ വീട് പണി എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇവിടെ സ്വർഗത്തിലൊരു വീട് പണിയാറുണ്ട്, എനിക്ക് പോലെ കേട്ടോ, കുഞ്ഞുമോനെ വന്നേടാ, കുഞ്ഞുമോനെ കുഞ്ഞാട്ടി വന്നേന്ന് പറഞ്ഞ് ചിലപ്പോൾ വിളിക്കും വീടൊക്കെ പണിയുമ്പോൾ. അതുകൊണ്ട് വീടൊക്കെ പണിയുമ്പോൾ ഒത്തിരി പ്രാർത്ഥിക്കണം, കർത്താവ് ചിലപ്പോൾ തരാം, ചിലപ്പം ബാക്കിയുണ്ടെങ്കിൽ ഇത് ദൈവവേലയ്ക്കായിട്ടും ഒക്കെ നമ്മൾ ഈ വീട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കർത്താവ് കുറച്ചു കാലം കൂടെ ഒക്കെ തരും. അല്ലെങ്കിൽ ചിലപ്പോൾ നീ ഇവിടെ അധികം പണിയുണ്ട, ഇവിടെ സ്വർഗത്തിൽ കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞ് ചിലപ്പോൾ ഇങ്ങോട്ട് വിളിക്കും. അപ്പം വലിയ വീടൊക്കെ പണിയുമ്പോൾ ഒട്ടനെ ചിലപ്പോൾ തമ്പുരാന് പണി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വിളിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മടി പോലെയാണല്ലോ നല്ല വീടുകൾ. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ഇങ്ങനെയാ കർത്താവിന്റെ പരിപാടി. അവൻ ചിലപ്പോൾ നമ്മളെയൊക്കെ വിളിച്ചാലും പോകാൻ റെഡിയായിരിക്കണം. നമുക്ക് ചിരിച്ചുകൊണ്ട് മരിക്കാൻ സാധിക്കണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പുതുവത്സരം ഏറ്റവും സന്തോഷകരമായി തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ വചനം കേൾക്കാനും ഇന്ന് ദൈവത്തിൻ്റെ ഈ സ്നേഹത്തെ പങ്കുചേരാനും നിങ്ങൾക്കാണ് ഭാഗ്യം ലഭിച്ചത്. എല്ലാവർക്കും കിട്ടിയില്ല. കർത്താവ് പറഞ്ഞ പോലെ നിങ്ങൾക്കതിന് അനുഗ്രഹം കിട്ടി. അപ്പോൾ നമുക്ക് ഇതെല്ലാം കേട്ട് ഈ സന്തോഷം മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ ഓരോരുത്തരും പങ്കുവെക്കണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമാണ്. നമ്മൾ ഭാഗ്യമായിട്ട് കരുതണം. അയ്യോ, ഞാൻ ഇവിടെ ഇരുന്ന് വേറെ ചിന്തയൊന്നും വേണ്ട, എൻ്റെ കോഴി അടച്ചായിരുന്നു അത്രയും അത് കുറുക്കം പിടിച്ചുകൊണ്ട് പോവുമോ, ചിലരൊക്കെ ചിന്തിക്കും പള്ളി വന്നിരിക്കുമ്പോഴും കുറുക്കനെ കുറിച്ചുള്ള ജീവിതം ഇങ്ങോട്ട് പോരാടുന്നത് കോഴിയുടെ സാക്ഷായിട്ട് കർത്താവ് ഇതാ ഇങ്ങനെയല്ല, പട്ടി പിടിക്കുമോ പൂച്ച പിടിക്കുമോ, നമുക്ക് എപ്പോഴും ഇങ്ങനെയുള്ള ഭയങ്ങൾ നമ്മളെ അലട്ടാം. ശരിയില്ല, നമുക്ക് ദൈവത്തിനെ കേൾച്ചു. കർത്താവെ, ഞങ്ങൾ ഇവിടെയായിരിക്കുമ്പോൾ നിന്റെ വിശുദ്ധ ദൂതന്മാരെ അയച്ച് നീ ഞങ്ങളുടെ കോഴിക്കൂടിനും പട്ടിക്കൂടിനും പന്നിക്കൂടിനും ഒക്കെ കാവലേർപ്പെടുത്തണം. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ പണി നിഷ്ഫലമാണ്. കർത്താവ് നേരം കാക്കുന്നതിന് കാവൽക്കാർ ഉറക്കമഴിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളിവിടെ ആയിരിക്കുമ്പോൾ കർത്താവിനെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കും. ഓരോ ദിവസവും അന്നേ അപ്പം ദൈവം തരുള്ളൂ. ഇന്നിപ്പോൾ ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഇനിയിപ്പം കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് എന്നും പ്രാർത്ഥിക്കണം. അന്നു വേണ്ട ആഹാരമേ കർത്താവ് തരുള്ളൂ. എന്നും ദൈവസന്നിധിയിലിരിക്കാൻ പഠിക്കണം. 1 മണിക്കൂർ അവനോടൊന്നിച്ച് ചേർന്നിരിക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യും. പിന്നെ ഓരോ ദിവസവും നമ്മുടെ വേദനകളെ ദൈവത്തിൻ്റെ ആ കുരിശിൻ ചുവട്ടിൽ അർപ്പിക്കാൻ പഠിക്കണം. നമ്മുടെ ഭാരങ്ങൾ ആ വൈകുന്നേരം പ്രാർത്ഥന സമയത്ത് എല്ലാം അവിടെ തന്നെ ഇട്ടേരും. നിങ്ങൾ ചുമന്നുകൊണ്ട് പോകണ്ട, പുറത്തോട്ട് പോകുമ്പോൾ തന്നെ വീണ്ടും എന്നിട്ട് കുനി നിൽക്കണ്ട, ഈ ഞാൻ സ്വന്തമായി. പിന്നെ പഴയതിനെക്കുറിച്ച് ചെല്ലു പറയും, അതിനെല്ലാം വിട്ടു. എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ട് എൻ്റെ അച്ഛനൊക്കെ പറയാമെങ്കിൽ അവൾ ഞാൻ കെട്ടി വന്നപ്പോൾ എൻ്റെ അമ്മായിമ്മ എന്നോട് കാണിച്ചത് പറഞ്ഞ കരയാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ കൊണ്ട് അത് വിട്ട് കളഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാക്കൻകെട്ടിൻ്റെ അകത്ത് പോയപ്പോൾ അത് 35 കൊല്ലം മുമ്പ് ചോദിച്ചുകൊണ്ട് നടക്കാം. 35 കൊല്ലമായിട്ട് ചുവന്നുകൊണ്ട് നടക്കുന്ന ബാക്കിയുണ്ടെങ്കിൽ കൂടെ 40 കൊല്ലമായിട്ട് 50 ഒന്നും കാണില്ല. ഏതാണെങ്കിലും കുറെ പേര് ഇങ്ങനെ ചുവന്നുകൊണ്ട് നടക്കുക. നമുക്കതെല്ലാം യേശുവിന്റെ കുരിശിന്റെ ചോട്ടില് നമുക്ക് രക്ഷയ്ക്കായിട്ട് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ ഒരൊറ്റ അധികാരം, ഒരൊറ്റ ചിഹ്നമേ തന്നിട്ടുള്ളൂ. രക്ഷകനായ യേശു ക്രിസ്തുവിനെ ഇവന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഭാരങ്ങളും വേദനകളും നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം രക്ഷിക്കപ്പെടും. നമ്മളെല്ലാം രക്ഷിക്കപ്പെടും. നമുക്ക് രക്ഷയുടെ സന്തോഷം ജീവിക്കാൻ സാധിക്കട്ടെ. ഉറങ്ങിയോ? ഇല്ലെന്ന്
ചിലർക്ക് ഇത് കേൾക്കുമ്പോൾ ഉറക്കം വരും. ഞാൻ ഈ കോഴിക്കോട് പറഞ്ഞപ്പോൾ ചിലപ്പോൾ അവരപ്പം പെട്ടെന്ന് കോഴിക്കോട്ടിലേക്ക് പോകുന്നുണ്ടാകും. സാരമില്ല, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കോഴിക്കോടൊക്കെ പറയുന്നത്. ഏതാണെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ എല്ലാ വേദനകളിലും നമ്മളെ പിടിച്ചു കൊടുക്കുന്ന എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ദൈവം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നിരന്തരമായി നിങ്ങളെല്ലാവരെയും വെഞ്ചരിച്ച് അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ജീവിക്കുന്ന കർത്താവെ, നിന്റെ കുരിശിൻ്റെ ശക്തമായ അടയാളത്താൽ ഈ മക്കൾ ഓരോരുത്തരെയും അവിടുന്ന് ഈ നിമിഷം തന്നെ തൊട്ട് സൗഖ്യം നൽകി തിന്മയുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും പൈശാചിക ഉപദ്രവത്തിൽ നിന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന നിരാശയുടെ ആത്മാക്കളെ കർത്താവായ യേശുവേ അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ ബഹിഷ്കരിച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഈ നിമിഷം തന്നെ അങ്ങ് വർഷിക്കണം.